സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിരിക്കുകയാണ്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പേഴ്സണൽ കാര്യങ്ങളിൽ കയറി ഇടപെടാറില്ല. എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ എനിക്കൊരു അതിർവരമ്പുണ്ട്. അതിലെ കാര്യം ഇങ്ങോട്ടും കയറാറില്ല, ഞാൻ അങ്ങോട്ടും കയറാറില്ല. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ് അവർ സബ്സ്ക്രിപ്ഷൻ നിലനിർത്തി. കുറെ പേര് വ്ളോഗേഴ്സ്, അതായത് എന്നെ നെഗറ്റീവ് പറയുന്ന കുറെ വ്ളോഗേഴ്സ് പറയുന്നത് സുധിച്ചേട്ടന്റെ പേര് മാറ്റുന്നത്. എനിക്ക് സൗകര്യമില്ല, കാരണം എന്റെ ഹസ്ബൻഡിന്റെ പേരല്ലാതെ വേറെ വല്ലവരുടെ പേര് എനിക്ക് ചേർക്കാൻ പറ്റും. അതാണ് ഞാൻ നിയമപരമായിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ച ആ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചത്. പക്ഷെ അതിനകത്ത് ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് രേണുസുധിയുടെ സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ വന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം ഈ അടുത്താണ് ശ്രദ്ധിച്ചത്. ഈ രേണു ഒരുപാട് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, അതായത് രേണു സുധിയുടെ ഭർത്താവായിട്ടുള്ള സുധിച്ചേട്ടൻ. ഒരുപാട് ആരാധനയും സ്നേഹവും ഒക്കെ ആയിരുന്നല്ലോ പുള്ളിക്കാരിക്ക്. കുറച്ച് ദിവസത്തിന് മുന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് രേണു സുധിച്ചേട്ടന്റെ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നൈസായിട്ട് അങ്ങ് മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, എന്ത് ചെയ്താലും എന്റെ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സുധിച്ചേട്ടൻ മാടയാണ് ഓടയാണ് ദൈവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ ഒരു രേണുസുധി ആ ഒരു മനുഷ്യന്റെ പ്രൊഫൈൽ പിക്ചർ മാറ്റിയിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്തുവാണ്? ഇവർക്ക് ഇൻഷുറൻസ് തുകയെങ്ങാണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അങ്ങനെയാണ് കേട്ടോ പൊതുവെ സംസാരിക്കുന്നത്. ഒരുപാട് പേര് അങ്ങനെ പറയുന്നത്. കാരണം എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നിയത്. റീസെന്റ് ഇവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെയാണ് കാര്യമെന്ന് തോന്നുന്നു. എന്തായാലും രേണു കഴിഞ്ഞ ദിവസം വന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചിട്ട് ഒരു കുറച്ച് പ്രഹസനമൊക്കെ നടത്തിയായിരുന്നല്ലോ. അതിനുശേഷം രേണുവിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. കുറെ പേര് വ്ളോഗേഴ്സ്, അതായത് എന്നെ നെഗറ്റീവ് പറയുന്ന കുറെ വ്ളോഗേഴ്സ് പറയുന്നത് സുധിച്ചേട്ടന്റെ പേര് മാറ്റുന്നത്. എനിക്ക് സൗകര്യമില്ല, കാരണം എന്റെ ഹസ്ബൻഡിന്റെ പേരല്ലാതെ വേറെ വല്ലവരുടെ പേര് എനിക്ക് ചേർക്കാൻ പറ്റും. അതാണ് ഞാൻ നിയമപരമായിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ച ആ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചത്. പക്ഷെ അതിനകത്ത് തെറ്റിപ്പോയത് ഗ്രൂമും ഗ്രൂമുമായി എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണ്ടേ നെഗറ്റീവുകൾക്ക് എടുത്ത് ട്രോളാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഗ്രൂം ആരാന്നും ബ്രൈഡ് ആരാന്നും പറയാനുള്ള വിദ്യാഭ്യാസം കിട്ടുന്നത് എനിക്ക്. പക്ഷെ എന്നാലും ബ്രൈഡും ഗ്രൂമും തമ്മിൽ തിരിച്ചറിയാനായിട്ടുള്ള വിദ്യാഭ്യാസം പോലും നമ്മുടെ രേണുവിനില്ല എന്നാണ് ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാതെ പുള്ളിക്കാരി പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റിന് വേണ്ടി ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തു എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. രേണുയുടെ മിക്ക കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ ദിവസം ഇന്നലെ ആണോ മിനിയാന്നാണോ എന്ന് അറിയത്തില്ല, ഒരു വീഡിയോ ഇട്ട് അതിന്റെ താഴത്ത് പ്രമോഷന്റെ സ്പെല്ലിംഗ് തന്നെ കറക്റ്റ് ആയിട്ടല്ല ചെയ്തിരിക്കുന്നത്. കാരണം അതിനകത്ത് തന്നെയുണ്ട് ഈ ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത്. ഞാൻ കളിയാക്കുമല്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് സമ്മതിച്ചാൽ പോരെ. എന്നിട്ട് പുള്ളിക്കാരി വന്നിട്ട് പറയുമോ ഞാൻ അത് ഇട്ട് തന്നതാണെന്ന്. തെറ്റുകൾ ആർക്കും പറ്റാം. ഒരുപാട് പഠിച്ചവർക്കും തെറ്റുകൾ പറ്റിപ്പോകും. പക്ഷെ തെറ്റുകൾ പറ്റി എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, എനിക്ക് അങ്ങനെ സ്വാഭാവികമായിട്ട് അങ്ങനെ പറ്റിപ്പോയി എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഇങ്ങനെ വന്ന് പറയുന്നത് വളരെ മോശമാണ്. പക്ഷെ ഒരു കാര്യം രേണു ചെയ്തതെന്ന് വെച്ചാൽ കയ്യിൽ നിന്ന് പോയത് എന്തായാലും മനസ്സിലായി. എന്നിട്ട് അതിനെ പിന്നെയും ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ അത് കണ്ടില്ലേ? പക്ഷെ അതിനെയാണ് സമ്മതിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. പിന്നെ ഇവര് പറയുന്ന വേറൊരു കാര്യമാണ് ഇവരുടെ ഭർത്താവിന്റെ പേര് മാറ്റണമെന്ന് പറഞ്ഞ് കുറെ വ്ളോഗേഴ്സ് നടപ്പുണ്ടെന്ന്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതുവരെ ആരും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ. എന്റെ അറിവില് ആ ഒരു മനുഷ്യനെ അനാവശ്യമായിട്ട് വലിച്ചിറക്കി ഇതിനകത്തോട്ട് ഇട്ട് അയാളെ വിറ്റ് പൈസ ഉണ്ടാക്കല്ലേ എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇവരാണ് വന്നിട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് പൊക്കി കാണിച്ചിട്ട് ഇതാണ് എന്റെ കല്യാണ സർട്ടിഫിക്കറ്റ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത്. രേണുസുധി നിങ്ങളുടെ ഭർത്താവ് അല്ലെന്ന് ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല ഇവിടെ. അല്ല, ഇവർക്ക് തന്നെ വല്ല സംശയം ഉണ്ടോ? അതുകൊണ്ടാണ് ഇനി ഇവര് മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ പൊക്കി കാണിച്ചുകൊണ്ട് വന്നത്. ഞങ്ങൾക്കും അറിയാവുന്നത് സുധിച്ചേട്ടന്റെ വൈഫാണ് രേണുസുധി എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അല്ലാണ്ട് വേറെ ആരെയും ഞങ്ങൾക്ക് അറിയത്തില്ല. എന്തായാലും ബാക്കി കൂടെ കണ്ടന്റ് ആവട്ടെ. എന്നെ കൊണ്ട് ഉപജീവിക്കുന്ന കുറെ വ്ളോഗേഴ്സ് ഉണ്ട്. സോ അവർക്ക് ഒരു ദിവസം ഞാൻ എന്റെ ഒരു വീഡിയോ കിട്ടിയില്ലെങ്കിൽ അവരെങ്ങനെ കഞ്ഞി കുടിക്കുമെന്ന് ഓർത്ത് ഞാൻ ആകെ സങ്കടത്തിലാണ്. അതുകൊണ്ട് ഞാനൊന്ന് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഗ്രൂമും ഗ്രൂമും. സുധിച്ചേട്ടനെ ഞാൻ ബ്രൈഡുമാക്കി, എന്നെ ഗ്രൂമുമാക്കി. തിരിഞ്ഞും മറിഞ്ഞും പോയി. അതാണ് ന്യായീകരിക്കാൻ ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ലോകത്ത് വേറെ ആരും. എന്തായാലും വേറൊരു കാര്യം കൂടി പറയാതിരിക്കാനായിട്ട് വയ്യ. സബ്സ്ക്രിപ്ഷന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇതിനകത്ത് ഇവര് കുറച്ച് ഫോട്ടോസിന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവരെന്താണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഭയങ്കര സെക്സി ഹോട്ടായിട്ടുള്ള ഓരോ ഫോട്ടോസ് ആണ് അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരിതാണോ ഈ മക്കളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി കണ്ടെത്തിയ മാർഗം? ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നതൊന്നുമല്ല. ഇവരുടെ മക്കള് കിച്ചു ആണെങ്കിലും വലിയൊരു ചെറുക്കനാണ്. അവനാണെങ്കിലും വീട്ടിൽ അച്ഛനും അമ്മ ചേച്ചി ഇതൊന്നും ഇവരൊന്നും കാണുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവർക്ക് ആർക്കും ഇതിനെ കുറിച്ചൊന്നും ചോദിക്കാനില്ലേ? അല്ല, രേണുസുധി എന്തിനാ രേണുസുധിയുടെ നിലവാരം ഇവിടെ കൊണ്ട് ഇങ്ങനെ കളയുന്നത്? ഒരു മരിച്ചുപോയ ഒരാളെ വെച്ചിട്ട് എത്രത്തോളം അപരാധം കാണിക്കാവോ അതിന്റെ അങ്ങേയറ്റം എക്സ്ട്രീമിലി വന്നിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്തായാലും ബിഗ് ബോസിൽ ഇവരുടെ കൂടെ തന്നെ ഒരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ ഇതിനെ കുറിച്ചൊന്ന് പ്രതികരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, അവരുടെ വ്യക്തിപരമായ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ വന്നത്. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോയും കൂടെ കണ്ടുനോക്കാം. രേണു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിരിക്കുകയാണ്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പേഴ്സണൽ കാര്യങ്ങളിൽ കയറി ഇടപെടാറില്ല.
എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ എനിക്കൊരു അതിർവരമ്പുണ്ട്. അതിലെ കാര്യം ഇങ്ങോട്ടും കയറാറില്ല, ഞാൻ അങ്ങോട്ടും കയറാറില്ല. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ് അവർ സബ്സ്ക്രിപ്ഷൻ നിലനിർത്തി പോണോ വേണ്ടെന്നുള്ളത്. സോ അത് നല്ലതാവാം, മറ്റു പലർക്കും അത് മോശമാവാം. എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ ഞാൻ ഇടപെടുന്നില്ല. അല്ലെ, അതിൽ എത്രത്തോളം കണ്ടന്റ് ആണ് ഉള്ളത്, എന്തെങ്കിലും ഷെയർ ചെയ്യാൻ, എന്തെങ്കിലും പറയാറോ, എന്തെങ്കിലും അങ്ങനൊന്നുമില്ല അല്ലെ? ഫ്രണ്ട്സ് ഞാൻ ആണ്. എന്റെ കണ്ടന്റ് ഷെയർ ചെയ്യുന്നത് പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ള, ഞാൻ എന്റെ കണ്ടന്റ് ഷെയർ ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും, ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. ഞങ്ങളുടെ ഡാൻസ് ഷെയർ ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, ഞങ്ങളുടെ ഇതായിട്ടുള്ള പേഴ്സണൽ വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടാവുന്നവരും ഉണ്ട്, ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. സോ ഇഷ്ടപ്പെടാത്തവർ കാണണം, ഇഷ്ടപ്പെടുന്നവർ മാത്രം കാണും. ഇത് തന്നെ ഇതിലും പറയാനുള്ളൂ. ഇഷ്ടപ്പെടാത്തവർ കാണണം, ഇഷ്ടപ്പെടുന്നവർ കാണും. പറഞ്ഞു കേട്ടില്ലേ? അത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. അതിൽ നമ്മൾ ആരും ഇടപെടേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. ആവശ്യമുള്ള ആൾക്കാർക്ക് അത് പോയി കാണാം, ആവശ്യമില്ലാത്തവർക്ക് അത് കാണണ്ട. അത് കറക്റ്റാണ് ഇവൻ പറഞ്ഞത്. കാര്യം ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് രേണുസുതി അവനെ വന്ന് അപരാധം പറയും. അതാണ് നടക്കുന്നത്. ഈ പുള്ളിക്കാരന്റെ മനസ്സിലാണെങ്കിൽ ഉള്ളിൽ പറയണമെന്നുണ്ടൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അതിനുള്ള ആ ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് മിണ്ടാതെ. കാരണം ബിഗ് ബോസിലാണെങ്കിലും പുള്ളി കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ പ്രതികരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ വരായികളൊക്കെ ഓർത്തിട്ടായിരിക്കും മിണ്ടാണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യർക്കും ഇവർ ഈ ചെയ്യുന്ന പ്രവൃത്തി ഒട്ടും യോജിക്കാൻ പറ്റാത്തതാണ്. 100% ഞാൻ എഴുതി തരാം. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു പരിപാടി വളരെ മോശമാണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളൊന്ന് തന്നെ ആലോചിച്ച് നോക്ക്. ഒരു എക്സ്ക്ലൂസീവ് എന്നും പറഞ്ഞിട്ട് സബ്സ്ക്രിപ്ഷൻ പരിപാടി തുടങ്ങുന്നത് 150-200 എങ്ങാണ്ട് അതിന്റെ ചാർജ് വരുന്നത്. അതിനകത്തോട്ട് കയറുന്നു, ന്യൂഡ് ഫോട്ടോസ് കാണുന്നു, അവിടെ ഇവിടെയൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോസ് ഇടുന്നു. എന്തായാലും കൊള്ളാം. എന്തായാലും ഒരുപാട് ആൾക്കാർ അത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രേണു എന്തിട്ട് കഴിഞ്ഞാലും അത് ജനങ്ങളുടെ മുന്നിൽ എത്തുക തന്നെ ചെയ്യും. അത് വേറൊരു കാര്യം. പിന്നെ ഇനി അടുത്തൊരു വീഡിയോ കൂടെ കണ്ടുനോക്കാം. എന്താണെന്ന് അറിയത്തില്ല. ഞാൻ അവരെ കുറച്ച് എനിക്ക് നെഗറ്റീവ്, അവരുടെ പേരൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് റിയാക്ഷൻ ഓളുകളുണ്ടല്ലോ, എനിക്ക് നെഗറ്റീവ് അടിക്കുന്ന കുറെ കണ്ടന്റ് ഓളുകൾ. ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ പിന്നെ അവന്മാർക്കും അവളുമാർക്കും എല്ലാം അങ്ങ് ആദ്യമാണ്. എന്താണ് എനിക്കൊന്ന് ചാരപ്രവൃത്തി ഉണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ അവന്മാർ തന്നെ സബ്സ്ക്രിപ്ഷൻ ചെയ്തായിരിക്കും. എന്തായാലും ഞാനെടുത്ത പോസ്റ്റൊക്കെ അവന്മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒത്തിരി താങ്ക്സ്. എനിക്ക് വേണ്ടി പ്രൊമോഷൻ ഇങ്ങനെ ചെയ്യുന്നതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ പുള്ളിക്കാരി പറയുന്നത് വേണ്ട, പ്രൊമോഷൻ ചെയ്യുന്നതിന് താങ്ക്സ് എന്ന്. അവരിടുന്ന എല്ലാ കണ്ടന്റും കാര്യങ്ങളും എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും അത് നല്ലൊരു കാര്യമാണ്. ഇവരിടുന്ന എല്ലാ പോസ്റ്റുകളും എല്ലാവരുടെയും കയ്യിലെത്തണം. കാര്യം നിങ്ങളെ ആരാധിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അവരൊക്കെ ഇത് കാണണം. എന്നിട്ട് അവര് മനസ്സിലാക്കണം, അയ്യോ ഇങ്ങനെ ഒരു സ്ത്രീയാണ് ഞങ്ങൾ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്തതെന്നൊക്കെ. എന്നിട്ട് അവർ കുറ്റബോധം കൊണ്ട് നിങ്ങളെ വെറുക്കും. പിന്നെ വേറൊരു കാര്യം രേണുവിന് ചിന്തിക്കുന്നുണ്ടാവും, രേണുസുതി കാരണമാണ് ഞങ്ങളൊക്കെ കഞ്ഞി കുടിച്ചു പോകുന്നത്. ചുമ്മാ അതൊക്കെ വെറും തോന്നലാണ്. ഇവര് കാണിച്ചു കൂടുന്ന ഇങ്ങനത്തെ തെമ്മാടിത്തരമൊക്കെ എല്ലാവരും അറിയണം. അതുകൊണ്ടാണ് എല്ലാ റിയാക്ഷൻ ബ്ലോഗേഴ്സും ഇത് ഇടുന്നത്. നെഗറ്റീവ് പറയുന്ന കുറച്ച് പേര്, നെഗറ്റീവ് റിയാക്ഷൻ ചെയ്യുന്ന കുറച്ച് പേര് വ്ളോഗേഴ്സ്, താങ്ക് യു സോ മച്ച്. എനിവേ ഞാൻ എങ്ങനെയാണ് ജീവിച്ചു പോട്ടടാ. നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ഇറക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇവര് പറഞ്ഞിട്ടില്ലേ, എല്ലാവരും ജീവിക്കുന്നുണ്ട്. പക്ഷെ ജീവിതം എങ്ങനത്തെ രീതിയിൽ വേണമെന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗം ഉണ്ടല്ലോ. അതിനെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത മാർഗം എന്തുവാ? ഇങ്ങനത്തെ എക്സ്ക്ലൂസീവ് ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്തിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? അത്യാവശ്യം നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം പൈസയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പ്രവൃത്തിക്ക് പോകുമ്പോൾ നിങ്ങളുടെ നിലവാരം എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പോട്ടെ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പൊക്കോ. കെട്ടിയവനും മരിച്ച് എന്നിട്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് കരഞ്ഞു പോയിക്കൊണ്ടിരുന്നവരാണ്. സോഷ്യൽ മീഡിയ ആണ്, അത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പ്രതികരിക്കും. കാര്യം നോക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ പോലും നടക്കത്തില്ല. അവന്മാർക്ക് എന്റെ കണ്ടന്റ് കിട്ടിക്കൊണ്ടിരിക്കണം. സോ അതാണ് അവരുടെ ഉപജീവന മാർഗം. എനിവേ എന്റെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണോ എന്ന് അറിയത്തില്ല, ഇനി ചാരപ്രവൃത്തി നടക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഞാനിടുന്ന പോസ്റ്റ് അവന്മാർക്ക് കിട്ടുന്നുണ്ട്. എനിവേ എനിക്ക് താങ്ക് യു സോ മച്ച് ഫോർ ഫ്രീ പ്രമോഷൻ. ഓക്കെ, ഇതൊക്കെ കണ്ടിട്ട് വേണം ഈ രേണുസുതിയുടെ ആരാധകര് പറയാൻ, എങ്ങനെയെങ്കിലുമൊക്കെ അവര് ജീവിച്ചു പോയിക്കോട്ടെ. എന്തിനാ അതിന്റെയൊക്കെ പുറകെ കിടക്കുന്നത്? അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോട്ടെ എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ രേണുവിനെ പൊക്കിപ്പിടിക്കുന്നവർക്കൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം വീട്ടിലൊക്കെ എല്ലാവരും ഉള്ളത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് രേണു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്കൊരു മനസ്സുഖം തീർന്നിട്ടില്ല. ദേ ഈ ഫോട്ടോ ഒന്ന് കണ്ടുനോക്ക്. ദേ ഇതൊക്കെയാണ് രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ ചാനലിലുള്ള ഫോട്ടോസ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? രേണു ഇങ്ങനെയുള്ള ഓരോന്ന് എക്സ്ട്രീം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. എന്റെ പുന്നളി ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ വീട്ടുകാരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അവർക്ക് കാണത്തില്ലായിരിക്കും, അതായിരിക്കും. ചിലപ്പോ ഇനി ഒരുപാട് വീഡിയോസ് കാണാം കേട്ടോ, ഹോട്ടായിട്ടുള്ള. അതുപോലെ ഇതുപോലെ ഇതിനേക്കാളും കൂടുതൽ ഹോട്ടായിട്ടുള്ള ഫോട്ടോസ് ഇനിയും വരാം. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. എന്നിട്ടും നിങ്ങൾ ആൾക്കാർ പറയണം, അവളെ സപ്പോർട്ട് ചെയ്യുന്നവര് പാവം, അവളെ ഇതൊക്കെ കാണിച്ചിട്ടെങ്കിലും ആൾക്കാരെ പിന്നെ എന്താ കാശ് കിട്ടാൻ വേണ്ടി കിട്ടിക്കോട്ടെ, മക്കളെ വളർത്തണ്ടേയാണെന്ന്.
എന്ത് പറയാനാണ്, എന്തൊക്കെ പറഞ്ഞാലും നന്നാവത്തില്ല. എന്ത് പറയാനാണ്, ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനൊന്നും ഇല്ല ഈ രേണുസുധിയുടെ കാര്യത്തിൽ. നമ്മൾ തന്നെ ഈ റിപ്പീറ്റ് ചെയ്ത് സംസാരിച്ച് തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് തന്നെ ഒരു ഇതുണ്ടല്ലോ, എത്രയൊക്കെ റിയാക്ട് ചെയ്താലും ഇവര് നന്നാവാൻ പോകില്ല. ഇവര് കൂടുതൽ കാണിക്കത്തേ ഉള്ളൂ. ഇവര് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്, ഞാൻ എന്തും കാണിച്ച് കാശ് ഉണ്ടാക്കുമെന്നും പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇവരെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടോ നമ്മൾ എത്ര രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അവര് അതിനേക്കാൾ കൂടുതലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ശരിക്കും ഈ നെഗറ്റീവ് ഇമേജ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? നെഗറ്റീവ് ഇമേജിലൂടെയാണ് അവർക്ക് ഈ ഒരു നിലയിൽ അവർ എത്തിയത്. അപ്പൊ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.